ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡെവിൽ സൊറോ. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നുള്ളത് ഡ്രാഗ് ഹെഡ്ഷോട്ട് ഫയലാണ്. അതെ ഗൈസ്, ദ ഡ്രാഗ് ഹെഡ്ഷോട്ട് ഫയൽ ഈസ് ബാക്ക്. കുറേ കാലങ്ങളായി ഈ ഫയലിന് വേണ്ടി ഒരുപാട് പേര് തിരഞ്ഞു നടക്കുന്ന ഒരു ഫയലാണ്. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പല യൂട്യൂബേഴ്സും ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇതിന് മുമ്പ് കുറേ കാലങ്ങൾക്ക് ശേഷമാണ്, ഏകദേശം ഒരു 1 മന്തോളം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ആ ഒരു ടൈമിലാണ് എല്ലാവരും ഈ ഡ്രാഗ് ഹെഡ്ഷോട്ട് ഫയൽ യൂസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ അപ്ഡേറ്റ് വന്നതിന് ശേഷം ആർക്കും ഡ്രാഗ് ഹെഡ്ഷോട്ട് ഫയൽ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എല്ലാവരും ഓട്ടോ ബാക്ക്, ബാൻ ഇഷ്യൂ, ബ്ലാക്ക് ലിസ്റ്റ് ഇഷ്യൂ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഫയൽ കൊണ്ടുവരാത്തത്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡ്രാഗ് ഹെഡ്ഷോട്ട് ഫയലാണ് കൊണ്ടുവന്നുള്ളത്, അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്. സോ ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്, ആ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് കേൾക്കണം. കാരണം ഇത് ഫുള്ള് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഫയലാണ്, നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇത് മൊത്തത്തിൽ പാച്ചാക്കിയുള്ള ഒരു ഫയലാണ്. സോ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയും, അത് നിങ്ങൾ മൊത്തമായിട്ട് കേൾക്കുക. അതേപോലെ ഈ വീഡിയോൻ്റെ ഇടയിൽ ഞാൻ പാസ്വേഡ് പറയും. ആ പാസ്വേഡാണ് നിങ്ങൾ അടിച്ചാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ചെയ്ത് അടിക്കാൻ സാധിക്കും. ആ പാസ്വേഡ് വീഡിയോയുടെ ഇടയിൽ എഴുതി കാണിക്കില്ല, ഞാൻ പറയുകയാണ് ചെയ്യുക. സോ ആ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പാസ്വേഡ് അതാണ്, അത് നിങ്ങൾ അടിക്കുക. അത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങളിത് മൊത്തമായിട്ട് മനസ്സിലാക്കണം. സോ നിങ്ങളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഒരു ഗെയിം പ്ലേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനാണ്, എന്തോ മോജോ എന്ന് പറഞ്ഞുള്ള ഒരു സബ്സ്ക്രൈബേഴ്സിനാണ്. സോ ആ വ്യക്തി ഈ വീഡിയോ, അതായത് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ അതൊന്ന് ഇതിനടിയിലൊന്ന് ജസ്റ്റ് കമൻറ്റ് ഇട്ടേക്ക്, ഇത് നിൻ്റെ ഗെയിം പ്ലേ ആണെന്ന്. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. സോ ഇത് ഹാക്ക് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഗെയിം പ്ലേ അല്ല. എൻ്റെ സെൻസി ഫയൽ യൂസ് ചെയ്തിട്ടും അതല്ലാണ്ട് അവൻ്റെ സ്കില്ലും കൂടി പ്ലസ് ആഡ് ആയിട്ടുള്ള ഒരു കിഡിലൈൻ ഗെയിം പ്ലേ ആണ്. സോ ഇത് വീഡിയോക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഗെയിം പ്ലേ കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല സ്കിൽഡ് ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു പ്ലേ ആണ്. പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ സെൻസി ഫയലും കൂടി യൂസ് ചെയ്തപ്പോൾ കൃത്യമായിട്ടുണ്ട്. സോ ചില ക്ലിപ്പിൽ സെൻസി ഫയൽ യൂസ്ഡ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഗെയിം പ്ലേ ആണ്. സോ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. അപ്പോൾ ഡ്രാഗ് ഹെഡ്ഷോട്ടിൻ്റെ ഫയൽ എന്ന് പറയാനാണെങ്കിൽ ഒരു 90% ഡ്രാഗ് ഹെഡ്ഷോട്ട് ഫയലാണ് ഞാൻ കൊണ്ടുവന്നുള്ളത്. 90% ആണ് ഡ്രാഗ് ഹെഡ്ഷോട്ട് ഫയലിൻ്റെത്. സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ 15 മിനിറ്റോളം നിങ്ങൾ സെറ്റപ്പ് ചെയ്യണം. ഒരുപാട് ബൈപ്പാസും അതേപോലെ അവരുടെ ആൻറ്റി ചീറ്റ് സിസ്റ്റങ്ങളൊക്കെ ക്രാക്ക് ചെയ്തും അങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പ് ചെയ്യണത്. അതുകൊണ്ടാണ് ഇത് ഒരുപാട് സമയം പിടിക്കുന്നത്. ഇങ്ങനെ കൃത്യമായി ചെയ്താലേ ഓട്ടോ ബാക്ക് ഇഷ്യൂ, ബാക്കി ഇഷ്യൂസൊക്കെ കുറഞ്ഞ് കിട്ടുള്ളൂ. സോ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡ്രാഗ് ഹെഡ്ഷോട്ട് ഫയലിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, അതിൻ്റെ APKയും കാര്യങ്ങളും എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ കൃത്യമായിട്ട് ടെലഗ്രാമിലാണ് കൊടുത്തുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോക്ക് 100 ലൈക്ക്, 100 ലൈക്കാണ് ടാർഗറ്റ്. ഈ വീഡിയോക്ക് 100 ലൈക്ക് ആയാലാണ് നെക്സ്റ്റ് വീഡിയോ ഞാൻ കൊണ്ടുവരാം. സോ അതുവരെ നെക്സ്റ്റ് വീഡിയോ ഉണ്ടാവില്ല, നെക്സ്റ്റ് ഫയലും. ഈ ഒരു ഫയൽ 2 ഡേയ്സ് ആൻറ്റി ബാൻ ആയിട്ടുള്ളൂ, അത് കഴിഞ്ഞാൽ പാച്ച് ആവും. അതേപോലെ ഗെയിമിൻ്റെ ഇടയിൽ എന്തെങ്കിലും തരം അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വരാണെങ്കിൽ സോ ഈ ഫയൽ പിന്നീട് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു എക്സ്ട്രാ ടിപ്പും കൂടി പറഞ്ഞുതരാം. അതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോയുടെ ഫയലിൻ്റെ പാസ്വേഡ് 2018 എന്നാണ്. സോ 2018 എന്നാണ് ഈ ഫയലിൻ്റെ പാസ്വേഡ്. ഇനി നിങ്ങൾക്ക് അതൊരു കംപ്ലീറ്റ് ആൻറ്റി ബാൻ ആയിട്ടുള്ള ടിപ്സ് പറഞ്ഞുതരാം. ആദ്യം 5 മാച്ച് ബോട്ട് അക്കൗണ്ടിൽ കളിക്കുക, എന്നിട്ട് 1 മണിക്കൂർ ഓഫ്ലൈനിൽ നിൽക്കാം. അപ്പോൾ ഓഫ്ലൈൻ ബാന്, ഓൺലൈൻ ബാന്, ബ്ലാക്ക് ലിസ്റ്റ് ഇല്ല, ഓഫ്ലൈൻ ബ്ലാക്ക് ലിസ്റ്റ് ഇല്ല എന്ന് കണ്ടാൽ നിങ്ങളുടെ മെയിൻ അക്കൗണ്ട് യൂസ് ആക്കാം. ഈ കാര്യം മെയിൻ അക്കൗണ്ട് യൂസ് ആക്കാം. ഇങ്ങനെ ഡെയിലി ചെയ്യാം. അപ്പോൾ ഡെയിലി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി ആൻറ്റി ബാൻ ആവും. നിങ്ങളുടെ മെയിൻ ഐ ഡി കംപ്ലീറ്റ് സേഫ് ആയിരിക്കും. എന്തെങ്കിലും തരത്തിൽ പാച്ച്, അതായത് എനിക്ക് അറിയിക്കാൻ പറ്റാത്ത രീതിയിൽ പാച്ച് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബോട്ട് ഐ ഡി മാത്രമേ ബാൻ ആവുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫയൽ റിമൂവ് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു ടിപ്പ് നിങ്ങൾ എഴുതാം. ഇങ്ങനെയാണ് എല്ലാവരും അതായത് മെയിൻ അക്കൗണ്ട് സേഫ് ആക്കാൻ വേണ്ടി പെയ്ഡിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടിപ്സാണ്. സോ അത് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പറഞ്ഞു നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യുക. നിങ്ങൾ കുറച്ച് നേരം ഒരു 5 മാച്ച് കളിക്കുക, 1 മണിക്കൂർ ഓഫ്ലൈനിൽ വെക്കുക, അത്രേ ഉള്ളൂ പരിപാടി. അത് നിങ്ങൾ ചെയ്തതിന് ശേഷം മെയിൻ അക്കൗണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മെയിൻ അക്കൗണ്ട് 100% സേഫാണ്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. സോ ഈ കാര്യങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതേപോലെ ഈ വീഡിയോയുടെ 100 ലൈക്ക് മറക്കണ്ട. അതേപോലെ പുള്ളിക്കാരൻ്റെ ഗെയിം പ്ലേക്ക് നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ പറയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. സോ 100 ലൈക്ക് അടിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സബ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ് ചെയ്യുക. ലൈക്ക് 100 ചെയ്താൽ നെക്സ്റ്റ് ഇതേപോലത്തെ ഫയലും കാര്യങ്ങളൊക്കെ വരണം. സോ സെൻസി ഫയലും അതേപോലെ ഇനി ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു മോഡ് മെനു എന്തായാലും ഇടും. ആ ഒരു മോഡ് മെനുവിൻ്റെ പാസ്വേഡും ഈ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞിട്ടുള്ള ആ പാസ്വേഡ് മാത്രമായിരിക്കും. സോ അത് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതേപോലത്തെ വീഡിയോക്കായി ഈ ചാനലൊന്ന് സബ് ചെയ്ത് വെക്കുക. ടെലഗ്രാമിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. അതിലാണ് ഞാൻ എല്ലാ കാര്യവും അറിയിക്കുക. അപ്പോൾ ബൈ ഗൈസ്, ടേക്ക് കെയർ.